ഗൈസ്, അപ്പോൾ ഇതാണ് മൊബൈൽ ഫോണിൻ്റെ അകത്ത് വരുന്ന ബാറ്ററീസ്. മൊബൈൽ ഫോണിൻ്റെ അകത്ത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനമേ ഉള്ളൂ, അതതിൻ്റെ ബാറ്ററീസാണ്. ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും അതിനടിയിൽ വരുന്ന കമൻറ്റാണ്. ഇപ്പം ബേസ് മോഡൽ തൊട്ട് ഫ്ലാഗ്ഷിപ്പ് മോഡലായാലും ഏത് മോഡലായിക്കോട്ടെ, അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റെങ്കിലും കാണും, ഇതിൻ്റെ ചാർജ് നിൽക്കുന്നുണ്ടോ, എങ്ങനെയുണ്ട് ബാറ്ററിയുടെ പെർഫോമൻസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ നമ്മളൊരു ഫോണിലൂടെ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അത് നമ്മൾ ആ ഫോണിലൂടെ കാണിച്ചിരിക്കണം. ഇത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സൈക്കിളുണ്ട്, ലൈഫ് സൈക്കിളുണ്ട്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഒരു ഫോണിൻ്റെ അകത്ത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ആ പാറ്റേൺ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചാർജ് ചെയ്യുന്ന ടൈം ഇത് 20% ആകുമ്പോഴത്തേക്ക് തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കണം. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല ഇത് പാറ്റേൺ ഫോളോ ചെയ്യാൻ. എന്നാലേ ഞാൻ പറയണേ, 20%-ന് താഴെ പോകാൻ പാടില്ല. ഒരു 20%, 15 ആ റേഞ്ചിൽ നിങ്ങൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കണം. ഒരുപാട് അങ്ങ് താഴെ പോകാൻ പാടില്ല. അതെന്തെന്ന് വെച്ചാൽ ഈ കുറച്ച് നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്ന ഫോണുകൾ ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ 0.1%-ലൊക്കെ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ ഓണാക്കി എടുക്കാൻ വേണ്ടി ഫോൺ മൊത്തത്തിൽ അഴിച്ച് ബാറ്ററി സെപ്പറേറ്റ് എടുത്ത് ബൂസ്റ്റ് ചെയ്ത് എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിൽ ആ ഫോണുകളിൽ അങ്ങനെ ഇല്ല. എന്നാലും നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. ചാർജ് ഒരു 20% ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ചാർജ് ചെയ്യണം. എന്നിട്ട് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 80% എബോവ് ആയതിന് ശേഷം മാത്രമേ ബാറ്ററി എടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ആ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് പോക്കാണ്. പിന്നെ നോക്കണ്ട, ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. കാരണം അത്രത്തോളം ഓവറായിട്ട് അത് ബാറ്ററി ഒരിക്കലും ഹീറ്റ് ആകത്തില്ല, ബോർഡ് അത്രത്തോളം ഹീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് നിങ്ങളെ ഫോണിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, പ്ലസ് ബാറ്ററിയും പോകാൻ ചാൻസ് ഉണ്ട്. ഈ ബാറ്ററിക്കകത്ത് ഏതാണ്ട് ഈ സൈഡിലായിട്ട് ഒരു കോയിൽ വെച്ചിട്ടുണ്ട്, അതങ്ങ് ബേണായി പോകും. അത് ബേണായി പോയാൽ പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ റീസ്റ്റാർട്ട് ഇഷ്യൂ ആവും, അല്ലെങ്കിൽ ചാർജ് കട്ടാവും, പിന്നെ ചാർജ് കയറാതെ വരും, ഫോൺ ഡെഡ് ആവും. ഇല്ലെങ്കിൽ ഫോൺ ഓണായി വന്ന് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഫോൺ ഓഫായി പോകും. അങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ വരാറ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ പാറ്റേൺ ഓഫ് ചാർജിങ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് എടുക്കാം.